കേരളത്തിൽ വേനൽക്കാലം മുറുകി പിടിച്ചിരിക്കുകയാണ്. അത്രമാത്രം ചൂടുണ്ട്. ഈ ചൂടിന് ആശ്വാസമായിട്ട് നമുക്കൊരു നുങ്ക് ജ്യൂസ് തയ്യാറാക്കിയാലോ? അതായത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വിഭവമാണ് പനനൊങ്ക് അഥവാ ഐസാപ്പിൾ. നോർത്ത് ഇന്ത്യയിൽ ഇതിനെ ഐസാപ്പിൾ എന്നും പറയാറുണ്ട്. കലോറി കുറഞ്ഞ പഴമെന്ന നിലയിൽ ഐസാപ്പിൾ അല്ലെങ്കിൽ അഥവാ നൊങ്ക് കാർബോഹൈഡ്രേറ്റ്, ഫൈറ്റോന്യൂട്രിയനുകൾ, കാൽസ്യം എന്നിവയുടെ ശക്തി കേന്ദ്രമാണ് കേട്ടോ. ഇതിൽ കുറഞ്ഞ അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ എ, സി, B7, കെ, ഇരുമ്പ് എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ ദ്രവങ്ങളെ നിയന്ത്രിക്കാനും ദാഹം ശമിപ്പിക്കാനും സഹായിക്കുന്ന ധാതുക്കൾ സോഡിയം, പൊട്ടാസ്യം എന്നിവ നൊങ്കിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോമ്പാണ് വരുന്നത്. നോമ്പൊക്കെ എടുത്തവർക്ക് നോമ്പ് തുറക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് ഈ ഒരു നൊങ്ക് ജ്യൂസ്. ഇഷ്ടംപോലെ നമുക്കിപ്പോൾ കിട്ടാനുണ്ട്. ഇപ്പോൾ സീസണാണ്. മാർച്ച് ഏപ്രിലൊക്കെ നൊങ്കിൻ്റെ സീസണാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഈ ഒരു ജ്യൂസ് നൊങ്ക് ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒന്നും വേണ്ട, നമുക്കൊരു കുറച്ച് പഞ്ചസാര ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. ഷുഗർ ഉള്ളവർ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ ശകലം പാലും നൊങ്കും മാത്രം ചേർത്ത് നമുക്കിതിനെ ജ്യൂസാക്കി മാറ്റിയെടുക്കാം. നല്ല ഒരു ഇതാണ് ശരീരത്തിലെ ദ്രവങ്ങളെ നിയന്ത്രിക്കാനും ദാഹം ശമിപ്പിക്കാനും സഹായിക്കുന്ന ധാതുക്കളായ സോഡിയം, പൊട്ടാസ്യം എന്നിവ നൊങ്കിൽ വേണ്ടവോളം ഉണ്ട്. വേനൽക്കാലത്ത് ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായേക്കുന്ന നിർജ്ജലീകരണം തടയാനും ഈ നൊങ്ക് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നൊങ്ക് ജ്യൂസ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ.